അങ്ങനത്തെ വീണ്ടും ഒരു പർച്ചേസിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ റൂമിലേക്ക് ഒരു സോഫ കം ബെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 1:15 കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചേട്ടൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ്. സോ മോർണിംഗിൽ എപ്പോഴും വീട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോഴും ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്കിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവന് ബാക്ക് സീറ്റിലേക്ക് കിട്ടുള്ളൂ. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പാൻ ഹോംസ് ഷാർജ ഷോറൂമിലേക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഷോറൂമാണ്. ഞാൻ ഇത്രയും വലിയ ഷോറൂം പാനിൻ്റെ പോയത് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്ന ഈ ഒരു എൽ ഷേപ്പ് സോഫ കം ബെഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു സൈസായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ചും കൂടി ബിഗ്ഗർ സൈസായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൈസിൽ തന്നെ പല പ്രൈസിലും ഉണ്ട് കേട്ടോ അവിടെ. അതായത് മെറ്റീരിയൽ വൈസ് ഇതിൻ്റെ പ്രൈസിന് വ്യത്യാസം വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സോഫ കം ബെഡിന് ഏകദേശം 2000 ദിറംസിൻ്റെ അടുത്താണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. 2000 ദിറംസ് തന്നെയാണ്. 1999 AED ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇതേ സെയിം സൈസിൽ വേറെ മെറ്റീരിയലുള്ളതിന് 1300 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൈസ് ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ. അവിടെയും ഓരോ ഷോപ്പിലും ഓരോ പ്രൈസാണ് കേട്ടോ ഈ സോഫ കം ബെഡിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ 2 ഷോപ്സ് ഒന്നും ആണെങ്കിലും ഈ ഒരു സംഭവം കൺഫേം ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ കമ്മിങ് ഡേയ്സിലൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഐക്കിയയിലും ഇവിടെ സഫാരി മാളിലൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ റൂമിൽ ഓൾറെഡി ഉള്ളത് ഒരു എൽ ഷേപ്പ് കോർണർ സോഫയാണ്. അത് അത്യാവശ്യം കുറച്ചൊരു ഡാമേജൊക്കെ ആയിരിക്കണം. ഇപ്പോൾ അതിൻ്റെ കൈ വെക്കണ ഭാഗമൊക്കെ അതിനൊരു ചെറിയൊരു ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സോഫ കം ബെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കാനായിട്ട് നല്ലൊരു സ്പേസും കൂടി കിട്ടുമല്ലോ. അതാണ് മെയിനായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ കം ബെഡ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവുമല്ലോ. അതാണ് ആ എൽ ഷേപ്പ് കോർണർ സോഫ മാറ്റിയിട്ട് നമുക്ക് സോഫ കം ബെഡ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇനി സോഫ കം ബെഡിൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.